പെർഫോമൻസ് ഇത് ചെയ്യാൻ വേണ്ടി പമ്പിൽ ചെറിയൊരു ഇത് ചെയ്തിട്ടുണ്ട്. എക്സോസ്റ്റിൽ ചെറിയൊരു പരിപാടി ചെയ്തിട്ടുണ്ട്. അത് ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഈ കിടക്കുന്ന 4 വീൽ ഡ്രൈവ് ബൊലേറോനെയാണ്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് നമ്മുടെ ഈ നമ്മുടെ ഒരു മേജറിനെയും നമുക്ക് മാർഷലിനെയും ഒന്ന് സ്റ്റാർട്ട് ചെയ്തിടാം. കുറച്ച് ദിവസമായി സ്റ്റാർട്ട് ചെയ്തിട്ട്, നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ലൈറ്റൊക്കെ ഓക്കെ, ഗിയർ ന്യൂട്രാണ്. അടിച്ചു നോക്കാം. അടിപൊളി. ഇനി നമുക്ക് ഇവനെ ഒന്ന് അടിച്ചു നോക്കാം. ലൈറ്റ്സ് ഒക്കെ ന്യൂട്രാണ്. അടിപൊളി. അങ്ങനെ അവന് സ്റ്റാർട്ടായി. അങ്ങനെ രണ്ടവന്മാർ 2 മിനിറ്റ് വീതം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവനെ റിവ്യൂ ചെയ്യാം. ഇതിൻ്റെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ, ഇത് 2007 ബൊലേറോ LX. ഇത് ഗവൺമെൻറ് വണ്ടിയായിരുന്നു. ഗവൺമെൻറ് ഓപ്ഷൻ ചെയ്ത വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വരുത്തിയിരിക്കുന്നത് നമ്മൾ പറയണ പോലെ മോഡിഫിക്കേഷൻ മാത്രം പറയുന്നത് കൊണ്ട് പറയുകയാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ മാറ്റിയിരിക്കുന്നത് പറഞ്ഞാൽ ഫേസ് ലിഫ്റ്റഡാണ് ഫ്രണ്ട്. നമ്മുടെ ബൊലേറോ Type 3 ആക്കിയേക്കുവാണ് നമ്മൾ ഫ്രണ്ട്. അതിനകത്ത് Type 2ൻ്റെ ബമ്പർ വെച്ചിരിക്കുന്നു. ബമ്പർ ചെയ്ത് വെക്കാനുള്ള കാരണങ്ങളുണ്ട്, എല്ലാം ഞാൻ അതിൽ കൂടുതൽ പരിചയപ്പെടുത്തുമ്പോൾ പറയാം. സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ മാറ്റങ്ങളൊന്നുമില്ല. ടയർ മാറ്റിയിട്ടുണ്ട്, വേറെ വ്യത്യാസങ്ങളൊന്നും ഇതിനകത്ത് പുറമെ ഒന്നും ചെയ്തിട്ടില്ല. കുറച്ച് റഫ് യൂസായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ പുറത്ത് ഒരുപാട് മോഡിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ കംപ്ലീറ്റ് ചെളിയാണ്. ഇതിപ്പോൾ ഞാൻ തിങ്കളാഴ്ചയാണ് വീഡിയോ എടുക്കുന്നത്. ഞായറാഴ്ച ട്രിപ്പ് പോയി റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങ് റിവ്യൂ ചെയ്തു. ഫുള്ള് ചെളിയാണ് വണ്ടിയിൽ. ബാക്ക് സൈഡ് പറയത്തക്ക ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ആകെ ബ്രേക്ക് ലൈറ്റ് മാത്രം ഈ Type 3യുടെ ബ്രേക്ക് ലൈറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെന്താ, ടയർ ഇരിക്കുന്നത് നമ്മുടെ MT ടയർ ആയതുകൊണ്ട് അത് ഒരു മാറ്റം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പതിവ് പോലെ നമുക്ക് എൻജിൻ റൂമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഒരു DI ടെർബോ എൻജിനാണ്. ഗിയർ ബോക്സ് വരുന്നത് NGT 520 ഗിയർ ബോക്സാണ്, 6 സ്പീഡ് ഗിയർ ബോക്സ്. പിന്നെന്താ അറിയാലോ, എല്ലാ ഇതുപോലെ തന്നെ ഡിസ്ക് ബ്രേക്കാണ്, ഫ്ലൂയിഡ് ക്ലച്ചാണ്. പിന്നെ ഇതിനകത്ത് വരുത്തിയിരിക്കുന്ന മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ AC കയറ്റിയിട്ടുണ്ട്. ഇപ്പം നിലവിൽ അതിൻ്റെ കണ്ടൻസർ അഴിച്ചു വെച്ചിട്ടുള്ള ഉള്ളിൽ ബാക്കി എല്ലാ വർക്കും കഴിഞ്ഞ് നിൽക്കുകയാണ്. കണ്ടൻസർ വെച്ചു, അത് കഴിഞ്ഞ് ഒന്ന് ചെറിയൊരു കറക്ഷന് വേണ്ടി തിരിച്ചയച്ചേക്കാണ്. AC-യുടെ പൈപ്പാണ് ഈ നിൽക്കണേ. അവിടം വരെ വന്ന് എല്ലാം നിർത്തിയേക്കുവാണ്. അപ്പോൾ ഇതിനകത്ത് പവർ സ്റ്റിയറിംഗ് കയറ്റിയേക്കാണ്. അത് ഒറിജിനൽ ബൊലേറോയുടെ പവർ സ്റ്റിയറിംഗ് ആണ് കയറ്റിയേക്കുന്നത്. അതും സെക്കൻഡ് അല്ല, ന്യൂ പവർ സ്റ്റിയറിംഗ് കയറ്റിയാണ്. ഇതാണ് പവർ സ്റ്റിയറിംഗ് ബോക്സ്. ബൊലേറോയുടെ തന്നെ ഒറിജിനൽ പവർ സ്റ്റിയറിംഗ് ബോക്സാണ് കയറ്റിയിരിക്കുന്നത്.
ഇതാണ് നമ്മുടെ പവർ സ്റ്റിയറിങ്ങിൻ്റെ പമ്പ്, ഓയിൽ പമ്പ് എന്ന് പറയും. അത് ഇവിടെ ഇങ്ങനെ കമ്പനി എങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം പുതിയ പവർ സ്റ്റിയറിംഗ് ബോക്സ് മഹേന്ദ്രയിൽ നിന്ന് വാങ്ങിച്ച് കയറ്റിയതാണ്. ഇനി ഇതിനകത്ത് പറയാൻ ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ പെർഫോമൻസ്. ഇത് നമ്മൾ പറഞ്ഞല്ലോ റഫ് യൂസിന് വേണ്ടിയുള്ള ഒരു കൺസെപ്റ്റിൽ പണിതേക്കുന്ന കാരണം ഇതിന് പെർഫോമൻസ് ഇത് ചെയ്യാൻ വേണ്ടി പമ്പിൽ ചെറിയൊരു ഇത് ചെയ്തിട്ടുണ്ട്. ഒന്ന് പെർഫോമൻസ് കിട്ടാൻ വേണ്ടി ഒന്ന് ട്യൂൺ ചെയ്തിട്ടുണ്ട്. പമ്പ് ഇലക്ട്രോണിക് പമ്പാണ് വരുന്നത്. പിന്നെ വരുത്തിയിരിക്കുന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിപ്പോൾ ബോഡിയുടെ അണ്ടർ ബോഡിയാണ്. കണ്ടോ, മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഒന്ന് പുറകോട്ട് കാണിച്ചാൽ ഇത് കണ്ടോ, ഇത് ഒരു 2 ഇഞ്ച് നൈലോൺ ബുഷ് വെച്ച് ബോഡി ഫുള്ള് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് പെർഫോമൻസ് അല്ല, എന്നാലും ഈ ഓഫ് റോഡിങ് പർപ്പസിന് വേണ്ടി നമ്മുടെ ഈ ടൈപ്പ് ടയേഴ്സ് ഇടുമ്പോൾ മുട്ടാണ്ടിരിക്കാൻ വേണ്ടി. കണ്ടോ, ഇവിടെ ഇപ്പോൾ നമുക്കിത് ഇത്രയും നമുക്ക് ഇവിടെ ഹൈറ്റ് വ്യത്യാസം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് മുട്ടാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഈ ബോഡി ലിഫ്റ്റ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞിരുന്നത് ടൈപ്പ് 3 ഫ്രണ്ട് ലിഫ്റ്റും ചെയ്തു, ബമ്പർ ടൈപ്പ് 2 വെച്ചിരിക്കുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടൈപ്പ് 3 ബമ്പേഴ്സ് വെച്ച് കഴിഞ്ഞാൽ ഈ എഡ്ജ് ഭയങ്കരമായിട്ട് ഇങ്ങോട്ട് ഉള്ളിലോട്ട് വരും. അപ്പോൾ നമുക്ക് ഈ ടൈപ്പ് ടയേഴ്സൊന്നും ഇടാൻ പറ്റില്ല അതിനകത്ത്. അപ്പോൾ അതിന് വേണ്ടിയും പിന്നെ ഈ ഒരു ഭംഗി കൂടുതൽ ഇതാ എന്ന് തോന്നിയതുകൊണ്ടുമാണ് ടൈപ്പ് 2 ബമ്പേഴ്സ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ആ ബമ്പേഴ്സിൽ തന്നെ ഒരു ഫോഗ് ലാമ്പ്, യെല്ലോ ഫോഗ് ലാമ്പ് LED വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ബമ്പർ പെയിൻ്റ് അടിക്കുന്നൊരു വീഡിയോയുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങൾ കണ്ടിട്ട് വായോ കേട്ടോ. പെർഫോമൻസിന് വേണ്ടി വേറെ ചെയ്തേക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എക്സോസ്റ്റിൽ ചെറിയൊരു പരിപാടി ചെയ്തിട്ടുണ്ട്. അത് എക്സോസ്റ്റ് നോട്ട് ഞാൻ കേൾപ്പിച്ച് തരാം. എക്സോസ്റ്റ് നോട്ട് കയറ്റാൻ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ന്യൂട്രാണ്, സ്റ്റാർട്ടായി. ഇതിൻ്റെ ടെർബോയിൽ ചെറിയൊരു ഇത് ചെയ്തിട്ടുണ്ട്. അതാണ് ടെർബോയുടെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം. ടയറിൻ്റെ വിശേഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാക്സിസിൻ്റെ ബിഗ് ഹോൺ 764 എന്ന് പറഞ്ഞ ടയറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് 31 10.5 R15. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റീൽ ഡിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8J ഓഫ് റോഡ് സ്റ്റീൽ ഡിസ്ക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതൊരു പുതിയ പാറ്റേൺ ഉള്ളൊരു സ്റ്റീൽ ഡിസ്ക്കാണ്. ഇത് ചിലപ്പോൾ നിങ്ങൾ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടാവും ഒരു വീഡിയോയിൽ. ഇത് നമ്മുടെ മാർഷലിൽ കിടന്ന സ്റ്റീൽ ഡിസ്ക്കാണിത്. അത് ഇതിനകത്തേക്ക് മാറ്റിയിട്ടു. അപ്പോൾ മാർഷലിൽ എന്ത് ചെയ്തു എന്ന് നിങ്ങൾ വിചാരിക്കണ്ടാവും. അതും കൂടെ ഈ വീഡിയോയിൽ വേണമെങ്കിൽ കാണിച്ചേക്കാം ഗൈസ്. അപ്പം മാർഷലിന് ഞാൻ ചെറിയൊരു അപ്ഡേഷൻ ചെയ്തു, അങ്ങ് അലോയ് വീലാക്കി. എങ്ങനെയുണ്ട്, കളറായിട്ടുണ്ടോ സംഭവം? അങ്ങ് അലോയ് വീലാക്കി. അങ്ങോട്ട് അലോയ് വീലാക്കിയത് എന്താണെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഒരു അട്രാക്ഷൻ കിട്ടാനും വെയിറ്റ് കുറയ്ക്കാനും ടയറിലേക്കുള്ള ആക്സിലിലേക്കുള്ള ലോഡ് കുറയ്ക്കാനും വേണ്ടിയാണ് അലോയ് ആക്കിയേക്കുന്നത്. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നമൊക്കെ അറിയാലോ, ടയർ പുറത്തേക്ക് ചാടാണ്ടിരിക്കാൻ വേണ്ടി, ഒരുപാട് ചാടാണ്ടിരിക്കാൻ വേണ്ടിയാണ് അലോയ് ആക്കിയത്. ഇപ്പോഴും നിൽക്കുന്നുണ്ട്, പക്ഷെ അത് ഇവിടെ ഒരു വീലാർച്ച് വന്നു കഴിയുമ്പോൾ ശരിയാവും. നമ്മുടെ
ബൊലേറോയ്ക്കൊക്കെ ഉള്ള പോലത്തെ വീലാർച്ച് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഫ്രണ്ടിലും ബാക്കിലും വീലാർച്ച് വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് റെഡിയാവും. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച വീലാർച്ച് എന്ന് ഉദ്ദേശിച്ചത്, ഇത് ഈ സാധനങ്ങൾ. അപ്പോൾ ഇത് തന്നെ വെക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വേറെ ഒരെണ്ണം പണിയിച്ച് വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മെറ്റൽ കൊണ്ട് പണിയിച്ച് വെക്കാം. ഉള്ളിലത്തെ വിശേഷങ്ങളാണ് നോക്കാം. നേരെ ഡ്രൈവിംഗ് സീറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഇത് ഇനോവയുടെ സെക്കൻഡ് റോ സീറ്റാണത് കയറ്റിയിരിക്കുന്നത്. ഫ്രണ്ടിൽ 2 സെക്കൻഡ് റോ സീറ്റ് ഉണ്ട്. നമുക്കിത് അടച്ചേക്കാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, NGT 520 ഗിയർ ബോക്സ് ആണത്. 4 വീൽ ഡ്രൈവ്, മാനുവൽ ഗിയർ ലിവറുള്ള 4 വീൽ ഡ്രൈവ്, ഇലക്ട്രോണിക് അല്ല. പിന്നെ ഇതിനകത്ത് വേറെ കയറ്റിയെന്ന് പറഞ്ഞാൽ AC കയറ്റിയിട്ടുണ്ട്. അതും ഒറിജിനൽ ബൊലേറോയ്ക്ക് വരുന്ന സെക്കൻഡ് AC ആണ്. പക്ഷേ ബൊലേറോയ്ക്ക് വരുന്ന കമ്പനി ഫിറ്റഡ് AC ആണ് ഇത് വരുന്നത്. നമ്മളിത് വേറെ വണ്ടിയിൽ നിന്ന് അഴിച്ച് കയറ്റിയേക്കാണത്. അതാണ് ഈ നോബൊക്കെ കണ്ടില്ല, ഒറിജിനൽ നോബ് പോലെയാണ് എല്ലാം ഇരിക്കുന്നത്. AC-യുടെ മറ്റേ ഫാനും ഇതെല്ലാം ഇതിനകത്താണ് വരുന്നത്. പിന്നെ വേറെ ഇതിനുള്ളിൽ മാറ്റങ്ങളെന്ന് പറയാനായിട്ട് വേറെ മാറ്റങ്ങൾ എല്ലാം ബൊലേറോയുടെ സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ ഇരിക്കുന്നത്. വേറെ ബാക്കിലെ സീറ്റായാലും ബേബി സീറ്റും എല്ലാം ഉണ്ട്. വേറെ മാറ്റങ്ങളൊന്നും ഉള്ളിൽ ഈ സീറ്റും മാത്രമേ മാറ്റിയിട്ടുള്ളൂ. താഴെ ഇൻറ്റീരിയറിൽ മാറ്റം വരുത്തിയേക്കുന്ന പറഞ്ഞാൽ ഈ സീറ്റ് മാത്രമാണ്. ഫ്രണ്ടിലെ 2 സീറ്റ് നമ്മൾ ഇനോവയുടെ സീറ്റ് ആക്കിയിട്ടുണ്ട്. ഹാൻഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള അത്യാവശ്യം നല്ല സീറ്റാണ്, നല്ല കംഫർട്ടും കിട്ടുന്നുണ്ട്. വേറെ ഉള്ളിൽ വേറെ പറയത്തക്ക മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. ആകെ AC കയറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു മാറ്റം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ബൊലേറോ GLX 4 വീൽ ഡ്രൈവ് വണ്ടിയുടെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ ചാനൽ മറക്കാണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ. നമുക്ക് സബ്സ്ക്രൈബ് കൗണ്ടൊക്കെ വളരെ കുറവാണ്. ഇനിയും ഇതേപോലെയുള്ള വീഡിയോസും ഇതെല്ലാം നിങ്ങൾക്ക് ഞാൻ വരാനും എനിക്ക് ചെയ്യാനും ഒരു പ്രചോദനമായിട്ട് ഈ ചാനൽ മറക്കാണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.